എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 +2 പരീക്ഷകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ +2 വിദ്യാർത്ഥികൾക്ക് ഇന്ന് കെമിസ്ട്രി, ഹിസ്റ്ററി, ഇസ്ലാമിക് ഹിസ്റ്ററി ആൻഡ് കൾച്ചർ, ബിസിനസ് സ്റ്റഡീസ് ആൻഡ് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് എന്നിവയായിരുന്നു വിദ്യാർത്ഥികൾക്ക് ഇന്നത്തെ പരീക്ഷ. അതായത് +1 വിദ്യാർത്ഥികൾക്ക് ഉണ്ടായിരുന്ന ഇന്നത്തെ എക്സാം. അപ്പോൾ വിദ്യാർത്ഥികളിൽ പല വിദ്യാർത്ഥികളും റെഗുലർ വിദ്യാർത്ഥികളായിരിക്കും. അതുപോലെ തന്നെ കുറേ വിദ്യാർത്ഥികൾ ഇമ്പ്രൂവ്മെൻ്റ് എഴുതുന്ന വിദ്യാർത്ഥികളുണ്ടാവും. അതുപോലെ തന്നെ കമ്പാർട്ട്മെൻ്റൽ വിഭാഗത്തിൽ +2 അല്ലെങ്കിൽ +1 ടോട്ടലായിട്ട് ജയിക്കാനായിട്ട് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾ ഉണ്ടാവും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇന്നത്തെ പരീക്ഷ എങ്ങനെയായിരുന്നു? ഈസി ആയിരുന്നു? അതുപോലെ നിങ്ങൾ പ്രതീക്ഷിച്ച ഭാഗങ്ങളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു? അതുപോലെ പഠിച്ച ഭാഗങ്ങളിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നോ? അതുപോലെ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അത് കൃത്യമായിട്ട് നിങ്ങൾ ആൻസർ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടോ? എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിദ്യാർത്ഥികൾ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, വിദ്യാർത്ഥികൾ ഈ ഒരു പരീക്ഷയിൽ നിങ്ങൾക്ക് പ്രതീക്ഷിച്ചത്ര എഴുതാൻ സാധിച്ചിട്ടില്ല എന്ന് കരുതി നിങ്ങൾ ഇനി പിന്നീട് വരുന്ന പരീക്ഷകളിലൊന്നും നന്നായിട്ട് പഠിക്കാതെ ഒന്നും ഇരിക്കരുത്. കാരണം പല വിദ്യാർത്ഥികളും ചിലപ്പോൾ ഒരു ദിവസത്തെ പരീക്ഷ കുറച്ച് ടഫാണ് എങ്കിൽ, അതായത് കുറച്ച് വിഷമം ഒക്കെ ഉണ്ടെങ്കിൽ പിന്നീട് അടുത്ത പരീക്ഷയൊന്നും നന്നായിട്ട് പഠിക്കാത്ത സാഹചര്യം ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ അങ്ങനെയൊന്നും ചെയ്യരുത്. നിങ്ങൾ ചെയ്യേണ്ടത് ഒരു പരീക്ഷ ടഫായിരുന്നാലും അല്ലെങ്കിലും ആ ഒരു പരീക്ഷ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് അതങ്ങ് വിട്ടേക്കുക. പിന്നീട് അടുത്ത പരീക്ഷയ്ക്കായിട്ട് നന്നായിട്ട് പഠിക്കുക. അതുപോലെ അടുത്ത പരീക്ഷയ്ക്ക് നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം മാർക്ക് വാങ്ങിക്കുക. അതുപോലെ ടെൻഷനൊന്നും അടിക്കേണ്ട യാതൊരുവിധ ആവശ്യമില്ല. അതുപോലെ തന്നെ ഇന്നത്തെ കെമിസ്ട്രി പരീക്ഷയ്ക്ക് വിദ്യാർത്ഥികൾക്ക് എത്ര മാർക്ക് ജയിക്കാനായിട്ട് വേണം എന്നുള്ളത് നോക്കാം. അതുപോലെ തന്നെ കമ്പാർട്ട്മെൻ്റൽ വിഭാഗം വിദ്യാർത്ഥികൾക്കുള്ള ഡൗട്ട്സ് ആയിരിക്കും. നിങ്ങളുടെ ഏത് മാർക്കാണ് പരിഗണിക്കുക എന്നുള്ളത്. അതായത് കമ്പാർട്ട്മെൻ്റൽ വിദ്യാർത്ഥികൾ എന്ന് പറയുമ്പോൾ +2 ഫെയിൽഡ് ആയിട്ടുള്ള വിദ്യാർത്ഥികളായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഇന്നത്തെ കെമിസ്ട്രി പരീക്ഷ എഴുതിയിട്ടുണ്ട് അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിഷയത്തിൻ്റെ പരീക്ഷ നിങ്ങൾ എഴുതിയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴത്തെ പരീക്ഷയ്ക്ക് എത്ര മാർക്ക് കിട്ടുന്നുവോ ആ ഒരു മാർക്കാണ് നിങ്ങളുടെ മാർക്കായിട്ട് പരിഗണിക്കുക. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങളിപ്പോൾ 2023 ഈ ഒരു +2 കഴിഞ്ഞതാണ്. നിങ്ങൾ ആ ഒരു സമയത്ത് +1 കെമിസ്ട്രി പരീക്ഷയിൽ നിങ്ങൾക്കൊരു നിശ്ചിത മാർക്ക് ഉണ്ടെന്ന് കരുതുക. അതായത് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നിങ്ങൾക്കിപ്പോൾ ഒരു 20 മാർക്ക് ആ ഒരു ടൈമിൽ ഉണ്ടായിരുന്നു. എന്നാൽ +2 തോറ്റതുകൊണ്ടാണ് നിങ്ങൾ വീണ്ടും പരീക്ഷ ചെയ്തത്. അങ്ങനെ 24 നിങ്ങൾ പരീക്ഷ ചെയ്ത് അതിലും പ്രതീക്ഷിച്ചത്ര മാർക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ നിങ്ങളിപ്പോൾ വീണ്ടും +1 ഈ ഒരു കെമിസ്ട്രി പരീക്ഷ എഴുതി. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഒരു 18 മാർക്ക് മാത്രമേ കിട്ടുന്നുള്ളൂ എങ്കിൽ ഈ ഒരു 18 ആയിരിക്കും നിങ്ങളുടെ മാർക്കായിട്ട് കൺസിഡർ ചെയ്യുക. അതായത് കമ്പാർട്ട്മെൻ്റൽ വിഭാഗം ആണ് എങ്കിൽ വിദ്യാർത്ഥികളുടെ ലേറ്റസ്റ്റ് ആയിട്ട് ആ ഒരു സബ്ജക്റ്റിൻ്റേത് പരീക്ഷ എപ്പോഴാണ്, ഏത് വർഷത്തെ, അതായത് ഇപ്പോൾ +1 നിങ്ങൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് എഴുതിയത് എപ്പോഴാണ്, അതിൻ്റെ മാർക്കാണ് കൺസിഡർ ചെയ്യുക. അതുപോലെ തന്നെ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വിദ്യാർത്ഥികളുടെ ഇമ്പ്രൂവ്മെൻറ്റിനും അതുപോലെ തന്നെ നിങ്ങൾക്ക് മുൻപ് +1 ലഭിച്ച മാർക്ക് ഉണ്ടാവും. അപ്പോൾ അതിൽ ഏറ്റവും മികച്ച മാർക്ക് ഏതാണോ അതാണ് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്ത വിദ്യാർത്ഥികളുടെ മാർക്കായിട്ട് പരിഗണിക്കുക. അപ്പോൾ നിങ്ങളുടെ മാർക്ക് ഏതാണ് പരിഗണിക്കുക എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാകും. കമ്പാർട്ട്മെൻ്റൽ വിഭാഗം വിദ്യാർത്ഥികൾ ആണെങ്കിൽ അവരുടെ ഇപ്പോഴത്തെ പരീക്ഷയുടെ മാർക്കും അതുപോലെ +1 ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതിയിട്ടുള്ള, അതായത് ഇപ്പോൾ +2 ആദ്യമായിട്ട് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളുടേതാണെങ്കിൽ അവരുടേത് ഏറ്റവും ബെറ്റർ സ്കോർ ഏതാണോ അതാണ് കൺസിഡർ ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു കെമിസ്ട്രി പരീക്ഷയിൽ ജയിക്കാനായിട്ട് നിങ്ങൾക്ക്, കെമിസ്ട്രി എന്ന് പറയുമ്പോൾ തന്നെ അത് 40 മാർക്കാണ്, 60 മാർക്കിലാണ്. അപ്പോൾ 60 മാർക്കിൽ നിങ്ങൾക്ക് ഒരു 18 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ജയിക്കുന്നതാണ്. എന്നാൽ നിങ്ങൾക്ക് ഈ ഒരു +2 മതിയായ മാർക്ക് കിട്ടില്ല. അതായത് +2 ഈ ഒരു 18 മാർക്ക് നിങ്ങൾക്ക് കിട്ടൂല. അതുപോലെ 18 കിട്ടില്ല, 11 മാർക്കേ കിട്ടുള്ളൂ എങ്കിൽ നിങ്ങൾ ഈ ഒരു 11 ബാക്കിയായിട്ടുള്ള, അതായത് 7 മാർക്ക് ഉൾപ്പെടെ നിങ്ങൾ ഈ ഒരു +1 ആ ഒരു മാർക്ക് +1 പരീക്ഷയിൽ കിട്ടുക എങ്കിൽ മാത്രമേ നിങ്ങൾ ജയിക്കുള്ളൂ. അതായത് ഒരു ഉദാഹരണം പറയാം, നിങ്ങൾക്കിപ്പോൾ +2 കഴിഞ്ഞ കെമിസ്ട്രി പരീക്ഷയിൽ നിങ്ങൾക്ക് ഒരു 11 മാർക്കേ കിട്ടുള്ളൂ എന്ന് കരുതുക. അപ്പോൾ നിങ്ങൾ ഈ ഒരു മുമ്പ് നിങ്ങൾക്ക് +1 പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഉണ്ടായിരുന്നത് 18 മാർക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് വിചാരിക്കാം. അപ്പോൾ നിങ്ങളത് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ വാങ്ങിക്കേണ്ട മാർക്ക് എന്ന് പറയുന്നത് +2 11 മാർക്കേ കിട്ടാൻ സാധ്യത ഉള്ളൂ എങ്കിൽ നിങ്ങൾ അതിൻ്റെ ബാക്കി, അതായത് 18 11 കുറച്ച് കഴിഞ്ഞാൽ 7 മാർക്കാണ് വരിക. അപ്പോൾ 18ഉം 7ഉം 25 മാർക്ക് നിങ്ങൾ ഈ ഒരു +1 ഈ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയിൽ വാങ്ങിച്ചാലാണ് നിങ്ങൾ ഈ ഒരു പരീക്ഷ പാസ്സാവുക. അതുപോലെ തന്നെ പല വിദ്യാർത്ഥികളും ആദ്യമായിട്ട് +1 പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളുണ്ടാവും. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് 60ൽ 36 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ 2 വർഷത്തേക്ക് പാസ്സാവാനായിട്ടുള്ള ഡബിൾ പാസ് മാർക്ക് കിട്ടും. അതുപോലെ തന്നെ 80 മാർക്കിൻ്റെ വിഷയമാണെങ്കിലും ഇതേ രീതിയിൽ തന്നെ 24 മാർക്ക് +24 മാർക്ക് നിങ്ങൾക്ക്, അതായത് +1 ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് കിട്ടിയാലോ, അതല്ലെങ്കിൽ നിങ്ങൾക്ക് 48 മാർക്ക് 80 മാർക്കിൻ്റെ സബ്ജക്റ്റിൽ കിട്ടിക്കഴിഞ്ഞാലോ നിങ്ങൾക്ക് ജയിക്കാൻ സാധിക്കും. ഈ വർഷം +1 ആദ്യമായിട്ട് പരീക്ഷ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ഈ ഒരു 80 മാർക്കിൻ്റെ സബ്ജക്റ്റിൽ 48 മാർക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 വർഷം ജയിക്കാൻ ആവശ്യമായിട്ടുള്ള ഡബിൾ പാസ് മാർക്ക് കിട്ടി. ഡബിൾ പാസ് എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ 18 മാർക്കാണ് 60ൽ ജയിക്കാനായിട്ട്, ഇതിൻ്റെ ഡബിളാണ് 36. അപ്പോൾ ഇതിൻ്റെ ഡബിളിനെയാണ് ഡബിൾ പാസ് എന്ന് പറയുന്നത്. അതുപോലെ 24 ഡബിൾ ആണ് 48, അതിനെയാണ് ഡബിൾ പാസ് മാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ വിദ്യാർത്ഥികൾ ചോദിച്ച പ്രധാനപ്പെട്ട കാര്യമാണ്,
വിദ്യാർത്ഥികളുടെ ഈ ഒരു കൈയക്ഷരം അത്ര വൃത്തിയില്ലാതെ പോലെ ഒക്കെ ആണെങ്കിൽ മാർക്ക് കുറക്കുമോ എന്നുള്ളത് പല വിദ്യാർത്ഥികൾക്കുമുള്ള സംശയമാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ കൈയക്ഷരം എന്തും അതായത് അത്ര വൃത്തി ഇല്ലെങ്കിൽ കൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ആൻസറിൽ പോയിൻറ്റ്സ് ഉണ്ട്, അത് കൃത്യമായിട്ട് ടീച്ചേഴ്സിന്, അത് വാല്യുവേഷൻ ചെയ്യുന്ന ടീച്ചേഴ്സിന് വായിക്കാനായിട്ട് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. അല്ലാതെ നിങ്ങളുടെ കൈയക്ഷരം മോശമായ എന്നുള്ളത് കൊണ്ട് മാർക്കൊന്നും കുറക്കില്ല. നിങ്ങളുടെ ആ ഒരു ആൻസറിൽ പോയിൻറ്റ്സ് ഒക്കെ ഉണ്ട് എങ്കിൽ, അതായത് ഈ ഒരു ഉത്തരത്തിന് വേണ്ട പോയിൻറ്റ്സ് ഒക്കെ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മാർക്ക് ഇട്ട് തരുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഒട്ടും പേടിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ബാക്കിയുള്ള അതായത് ഇനിയുള്ള പരീക്ഷകൾക്ക് വിദ്യാർത്ഥികൾ നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കഴിഞ്ഞ പരീക്ഷയെക്കുറിച്ച് ഇനി പ്രത്യേകിച്ച് ആലോചിക്കേണ്ടതില്ല. അതുപോലെ തന്നെ ഈ ഒരു പരീക്ഷയിൽ നിങ്ങൾക്ക് ജയിക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു +2 ആദ്യമായിട്ട് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾ ആണെങ്കിൽ, അതുപോലെ കമ്പാർട്ട്മെൻറ്റൽ വിഭാഗം വിദ്യാർത്ഥികൾ ആണെങ്കിലും ഇപ്പോൾ ഈ ഒരു പരീക്ഷ കഴിഞ്ഞ ശേഷം പിന്നീട് വരുന്ന +2വിൻ്റെ ഈ ഒരു ജൂൺ മാസം നടക്കുന്ന പരീക്ഷയുടെ രജിസ്ട്രേഷൻ ഏകദേശം മെയ് മാസത്തിലാണ് ഉണ്ടാവുക. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. നേരത്തെ വിദ്യാർത്ഥികളോട് ഏപ്രിൽ മാസമാണ് +2വിൻ്റെ ഇംപ്രൂവ്മെൻറ്റ് രജിസ്ട്രേഷൻ ഉണ്ടാവുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു മെയ് മാസത്തോടെയാണ് റിസൾട്ട് വരിക. അപ്പോൾ മെയ് മാസത്തിലാണ് ഈ ഒരു രജിസ്ട്രേഷൻ ഉണ്ടാവാനുള്ള സാധ്യത. അതായത് +2വിൻ്റെ റിസൾട്ട് എപ്പോഴാണ് വരുന്നത് അതിനുശേഷം തൊട്ടടുത്ത ദിവസം മുതലാണ് ഈ ഒരു രജിസ്ട്രേഷൻ ആരംഭിക്കുക. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും ശ്രദ്ധിക്കേണ്ടത് ഇനിയുള്ള പരീക്ഷകൾ വിദ്യാർത്ഥികൾ നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് കെമിസ്ട്രി ജസ്റ്റ് പാസ്സാണെങ്കിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സബ്ജക്റ്റ് +2വിന് ജസ്റ്റ് പാസ്സാണെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വിഷയം ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാം. ഒന്നിൽ കൂടുതൽ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് സേ ഓർ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻസിൽ വിദ്യാഭ്യാസ വകുപ്പ് വ്യക്തമാക്കും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും അപ്ഡേറ്റ് കിട്ടുകയാണെങ്കിൽ നിങ്ങളെ അറിയിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.